സിൻഡ്രോം അല്ലെങ്കിൽ വാക്കിംഗ് കാർപ്പ് സിൻഡ്രോം ഇതൊരു റെയർ ആയിട്ടുള്ള ഒരു ന്യൂറോ സൈക്കോട്ടിക് കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷനുള്ള ഒരു ആൾക്ക് അവരുടെ ബോഡി പാർട്സ് മിസ്സിങ് ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ അവർ ഓൾറെഡി മരിച്ചു, അവർ എക്സിസ്റ്റേ ചെയ്യുന്നില്ല, അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഇന്റേണൽ ഓർഗൻ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ കൊറ്റാർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് വളരെ റെയർ ആയിട്ട് ഉള്ള ഒരു കണ്ടീഷനാണ്. ലോകത്തിൽ തന്നെ 200ഓളം കേസുകളാണ് ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൊറ്റാർഡ് സിൻഡ്രോം ഉള്ള വ്യക്തികൾക്ക് അവരിൽ ഭയങ്കരമായിട്ട് ഒരു ഡെലൂഷൻ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി മരിച്ചു, ഞാൻ എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്നൊരു ഡെലൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് മറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ അവർക്ക് ഒരു ഹോപ്പ്ലെസ്നെസ്സും വെർത്ത്ലെസ്നെസ്സും ഒരു ഡിപ്രഷൻ കൈൻഡ് ഓഫ് ഒരു ബിഹേവിയർ അവർ കാണിക്കും. അവർ സോഷ്യലി എല്ലാവരിൽ നിന്നും കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ച് വളരെ മെല്ലെ ആയിട്ട് അവർ സോഷ്യലി ഐസൊലേറ്റ് ചെയ്യും. മറ്റുള്ളവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം മൊത്തത്തിൽ അവർ അവോയ്ഡ് ചെയ്യും. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ഹൈജീൻ വളരെ പുവർ ആയിരിക്കും, അല്ലെങ്കിൽ അവർ കഴിക്കുന്നത് തന്നെ വളരെ നിർത്തും. കാരണം അവർക്ക് ആവശ്യമില്ലല്ലോ, ബിക്കോസ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് അവർ ബിലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ചിലപ്പോൾ കുളിക്കില്ല, ചിലപ്പോൾ ഫുഡ് കഴിക്കില്ല, അതുപോലെ കുറേ പേഴ്സണൽ നീഡ്സ് ഒക്കെ അവർ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതിനകത്ത് ഒരു 65 വയസ്സുള്ള റിട്ടയർഡ് ടീച്ചർ, ആ പുള്ളിക്ക് ഒരു മെൻ്റൽ ഇൽനെസ്സിൻ്റെയും ഫാമിലി ഹിസ്റ്ററി ഇല്ല, പക്ഷേ 30 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ട്. ഇനീഷ്യലി ആ വ്യക്തിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് വെർത്ത്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, അതുപോലെ ഭയങ്കരമായിട്ട് ഗിൽട്ട് തോന്നുന്നു, അതുപോലെ സ്ലീപ്പ് കുറയുന്നു, ഫുഡ് കഴിക്കുന്നത് കുറയുന്നു, അതുപോലെ സോഷ്യലി ആൾക്കാരോട് മിങ്കിൾ ചെയ്യുന്നത് കുറയുന്നു, രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വളരെ മൂഡ് കുറയുന്നു. ഇതൊക്കെയാണ് ഇനീഷ്യലി കണ്ടുവന്നിരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നീട് ആ വ്യക്തി ബിലീവ് ചെയ്യാൻ തുടങ്ങി, അതായത് എൻ്റെ ഓർഗൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എല്ലാം ഫങ്ഷനിങ് നിന്നു പോയി എന്ന് പുള്ളി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിക്കാൻ തുടങ്ങി. പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 1, 2, 3 സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ റീസൺ എന്താ ഈ ഒരു വ്യക്തി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചില്ലെങ്കിൽ ഞാൻ കാരണം ഒരു ഡെഡ്ലി ഇൻഫെക്ഷൻ മറ്റുള്ളവർ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരിൽ വരും, അത് പിന്നീട് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യും എന്നാണ് ആ ഒരു വ്യക്തി പറഞ്ഞത്. കൊറ്റാർഡ് സിൻഡ്രോം ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ളവർക്കും സംഭവിക്കാം, പക്ഷെ കൂടുതലും നോട്ടീസ് ചെയ്യുന്നത് 50 ഇയേഴ്സിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് കൊറ്റാർഡ് സിൻഡ്രോം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഡിപ്രഷൻ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ആൻസൈറ്റി, സ്കീസോഫ്രീനിയ, സബ്സ്റ്റൻസ് യൂസ് ഒക്കെ ഉള്ളവരിൽ കൂടുതലും ഇത് കണ്ടുവരുന്നത്. 2008 ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതിൽ 53 ഇയർ ഉള്ള ഒരു വുമൺ ആ ഫാമിലിയോട് പറയുകയാണ്, അതായത് ഞാൻ ഓൾറെഡി മരിച്ചു, എനിക്കൊരു ചത്ത മീനിൻ്റെ സ്മെല്ലാണ് വരുന്നത്, എന്നെ ഒരു ശവങ്ങൾ സംസ്കരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് വിടണം, ബിക്കോസ് ഞാൻ ഓൾറെഡി മരിച്ചു, ഞാൻ അവരുടെ കൂടെയാണ് ജീവിക്കേണ്ടത്, ഞാൻ അവിടെയാണ് ഇനി സ്റ്റേ ചെയ്യേണ്ടത് എന്ന് ഫാമിലിനോട് പറയണം. അങ്ങനെ ഫാമിലി ഹോസ്പിറ്റലുമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ നമ്മൾ അവർക്ക് മെഡിക്കേഷൻസ് കൊടുക്കും, പിന്നെ CBTയും നമ്മൾ കൊടുക്കും. So I hope this video is clear and informative. Thank you.